ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the Lord. യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദ വേ ഓഫ് ദി ക്രോസ്. ഈസ് ദിസ് പ്രയർ പവർഫുൾ? കുരിശിൻ്റെ വഴി പ്രാർത്ഥന അതിന് ശക്തിയുണ്ടോ? കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം അല്പനേരം പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും അച്ഛൻ പ്രാർത്ഥിക്കുമ്പം കൂടെ ഏറ്റുചൊല്ലി ഉച്ചത്തിൽ ഉറക്കെ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. യേശുവേ, 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 ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. ഈ ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ. ഈ ശുശ്രൂഷ അഭിഷേകം ചെയ്യണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, യേശുവേ, ആരാധന, ആരാധന, യേശുവേ, 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 ആരാധന, യേശുവേ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, Holy Spirit, ഹല്ലേലൂയ, Holy Spirit, യേശുവേ, Holy Spirit, ഹല്ലേലൂയ, come Holy Spirit. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. ഇന്ന് നമ്മൾ ഈ ഒരു വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ കർത്താവ് നമുക്ക് തരുന്ന വചനം തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 15-ാമത്തെ തിരുലിഖിതമാണ്. 2 തെസ്സലോനി 2-ാം അധ്യായം 15-ാം തിരുലിഖിതം. 2 Thessalonians chapter 2 verse 15. അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവീൻ. ഇംഗ്ലീഷ് പരിഭാഷ RSV ട്രാൻസ്ലേഷൻ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സോ ദെൻ ബ്രദറൻ, stand firm and hold to the traditions which you were taught by us, either by word of mouth or by letter. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഞങ്ങൾ വചനം മുഖേനയോ കത്തു മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുക. സഭ ദൈവവചനത്തോടൊപ്പം തന്നെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു കാര്യമാണ് സീക്രട്ട് ട്രഡീഷൻസ്, വിശുദ്ധ പാരമ്പര്യങ്ങൾ. അപ്പോസ്തലന്മാരിൽ നിന്നും പുണ്യപൂർവ്വ പിതാക്കന്മാരിൽ നിന്നും സഭയുടെ ജീവിതത്തിൽ ഉണ്ടായ ദൈവാനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സീക്രട്ട് ട്രഡീഷൻസ്, പാരമ്പര്യങ്ങൾ, അതിന് അതിൻ്റേതായ ശക്തിയുണ്ട്. നിരവധി പ്രാർത്ഥനകൾ സഭയുടെ ജീവിത അനുഭവത്തിൽ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് കുരിശിൻ്റെ വഴി. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഹൃദയപൂർവ്വം ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ വഴികളിലൂടെ നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി പ്രാർത്ഥന. ദ വേ ഓഫ് ക്രോസ്, ദ വേ ഓഫ് ദി ക്രോസ്. ഹല്ലേലൂയ. നമ്മൾ അത് പ്രാർത്ഥിച്ചാൽ ആ ഒരു പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വലിയ ശക്തി കൊണ്ടുവരും. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷാലി. ഞാൻ ചാലക്കുടിയിലെ ചൗക്ക് ഇടവകയിൽ നിന്നും വരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. അദ്ദേഹം 15 വയസ്സ് മുതൽ തുടങ്ങിയ പുകവലിയാണ്. അത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ദേവാലയത്തിലും പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഞാൻ 2014 തുടങ്ങി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് എല്ലാ മാസവും 2-ാമത്തെ വെള്ളിയാഴ്ച എല്ലാ
എല്ലാ മാസമല്ല, 2014 ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പം 2015 മുതൽ ഇപ്പോൾ 4 മാസമായി ഞാൻ അടുപ്പിച്ച് വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ബീഡി വലി മാറി കിട്ടാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന് മാനസാന്തരമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം തന്നെ ഇവിടെ വന്ന് പറയണം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അദ്ദേഹം വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുരിശിൻ്റെ വഴി പോയി 4ാം സ്ഥലം വരെ അദ്ദേഹം കുരിശിൻ്റെ വഴി അദ്ദേഹത്തിന് തന്നെ പറയാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് 4ാം സ്ഥലം വരെ അദ്ദേഹം കൊന്തെത്തിച്ചാണ് പോയത്. കൊന്തെത്തിച്ച് പോയി 4ാം സ്ഥലം എത്തിയപ്പോൾ വേറെ ആൾക്കാരെ കൂട്ടുപിടിച്ച് അദ്ദേഹം കുരിശിൻ്റെ വഴി പോയി എല്ലാ 14ാം സ്ഥലം വരെ അദ്ദേഹം ഈ ബീഡി വലി മാറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് അദ്ദേഹം വലിച്ചതാണ് ബീഡി. അത് പിന്നെ ഇതുവരെയായിട്ട് അദ്ദേഹം വലിച്ചിട്ടില്ല. അന്നത്തോടുകൂടെ ആ വീടി വലി അവിടെ നിന്നു. എത്രാമത്തെ വയസ്സ് തുടങ്ങിയ വീടി വലിയ? 15 വയസ്സ് മുതൽ. 15 വയസ്സ് മുതലുള്ള വീടി വലിയാണ്. ആ വീടി വലി മാറാൻ വേണ്ടി ഈ സഹോദരി എല്ലാ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി എല്ലാ സ്ഥലങ്ങളിലും പോയി. അവസാനം 2014 തൊട്ട് ഇവിടെ വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വെള്ളിയാഴ്ചകളിൽ. പിന്നെ ഈ 2015 4 മാസം വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം എൻ്റെ ബീഡി വലി മാറിയെന്ന്. അതിന് എൻ്റെ ഭർത്താവും കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് വരണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് അതേപോലെ ദൈവം ഒരു കൃപ അങ്ങോട്ട് കൊടുത്തു. ഭർത്താവ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെന്ന് മാത്രമല്ല, ആ കുരിശിൻ്റെ വഴിയുടെ അവിടെ പോയിട്ട് കരഞ്ഞ് ആ കുരിശിൻ്റെ വഴി 14 സ്ഥലങ്ങൾ അറിയാവുന്ന പോലെയൊക്കെ ചൊല്ലി പൂർത്തിയാക്കി എൻ്റെ ബീഡി വലി ഒന്ന് മാറ്റി തരണം എന്ന് ഭർത്താവ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അന്നത്തോടുകൂടി ആ ബീഡി വലി മാറി. പിന്നെ ഇന്ന് വരെ വലിച്ചിട്ടില്ല. ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ഗൾഫിൽ പോകാനായിട്ട് ഒരു ചാൻസിന് വേണ്ടി ആൾ ശ്രമിച്ചിരുന്നു. അതും നടന്നു. ഇപ്പം ആൾക്ക് നേരിട്ട് വന്ന് സാക്ഷ്യം പറയാനായിട്ടായിരുന്നു ആഗ്രഹം. പക്ഷെ ആള് മിനിഞ്ഞാന്ന് 7-ാം തീയതി അദ്ദേഹം ഗൾഫിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ ജോലിക്ക് പോയപ്പോൾ ജോലി തടസ്സം ഉണ്ടായിരുന്നു. ആ ബീഡി വലി ഉപേക്ഷിച്ചതോടുകൂടെ ജോലി തടസ്സവും മാറി. നല്ലൊരു ഭാവി കർത്താവ് അങ്ങോട്ട് തുറന്നു കൊടുത്തു. യേശുവേ നന്ദി. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ പരമ്പരാഗതമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കുക. ഇന്നത്തെ പുതുതലമുറ പല മക്കൾക്കും അത് പരിചയമില്ലാത്തൊരു കാര്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അറിയാത്തവർ ഈ കാര്യത്തെക്കുറിച്ച് അറിയണം. അറിയുന്നവർ ഈ കാര്യത്തെക്കുറിച്ച് പുതുതലമുറയോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ സഭയുടെ ജീവിതത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന പവർഫുള്ളായ പ്രാർത്ഥനാ രീതികൾ പിൻതലമുറകളും പരിശീലിക്കണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ എല്ലാറ്റിനെയും കണ്ണും അടച്ച് എതിർക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പത്രോസ് ശ്ലീഹ എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 12-ാമത് തിരുലിഖിതത്തിൽ ദൈവവചനം വായിച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. 2 പത്രോസ് 2:12. കൊല്ലപ്പെടുന്നതിന് മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെയാണവർ. തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ദൂഷണം പറയുന്നു. മൃഗങ്ങളുടെ നാശം തന്നെ അവർക്കും വന്നുകൂടും. 2 Peter chapter 2 verse 12. But these, like irrational animals, creatures of instinct, born to be caught and killed, reviling in matters of which they are ignorant, will be destroyed in the same destruction with them. Praise the Lord. Praise the Lord. Hallelujah. 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 വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ സഹജവാസനയാൽ നയിക്കപ്പെടുന്നത് പോലെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട്, ചെവി കൊണ്ട് കേട്ട്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. എനിക്ക് മനസ്സിലാകാത്തൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇങ്ങനെ ശാഠ്യം പിടിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ പേര് ദുശാഠ്യം എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്ക് അജ്ഞാതമായ, നമുക്ക് ബുദ്ധിക്ക് അതീതമായ നമ്മുടെ ഈ കൊച്ചു ജീവിതം എന്താ ഉള്ളത്? കുറച്ച് ചെറിയൊരു ജീവിതം. ഈ കുഞ്ഞു ജീവിതത്തിനുള്ളിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ആയിരക്കണക്കിന് തലമുറകളായി, വർഷങ്ങളായി സഭ ജീവിച്ചു വന്ന ഒരുപാട് തലമുറകളുടെ അനുഭവത്തിൽ നിന്നാണ് ചില പ്രാർത്ഥനകളൊക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്.
അത് മനസ്സിലാക്കണമെങ്കിൽ സമയം പിടിക്കും. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ രൂപപ്പെട്ടു വന്ന പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ് വിശുദ്ധ കുരിശിൻ്റെ വഴി പ്രാർത്ഥന, ദ വേ ഓഫ് ദി ക്രോസ്. നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എനിക്കറിവില്ലാത്ത കാര്യങ്ങളെ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. എല്ലാ ദുശാഠ്യങ്ങളും എടുത്തു മാറ്റണമേ. എല്ലാ ദുശാഠ്യങ്ങളും എടുത്തു മാറ്റണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. ബുദ്ധി തെളിയട്ടെ. ബുദ്ധിയെ കെട്ടിയിട്ടിരിക്കുന്ന പിശാചിന്റെ പീഡ വിട്ടുമാറി പോവട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന യേശു തമ്പുരാൻ ഇതാ ദിവ്യകാരുണ്യ രൂപനായി റിയൽ പ്രസൻസ് നൽകി നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ യേശു ഇവിടെയുണ്ട്. രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി പാരമ്പര്യങ്ങളിൽ കർത്താവ് സഭയിലൂടെ നൽകിയ പാരമ്പര്യങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന നിത്യസത്യങ്ങളും വലിയ ദൈവരാജ്യ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടാനും അതനുസരിച്ച് ജീവിതത്തിൽ ഓരോന്ന് ചെയ്ത് ശക്തി അഭിഷേകം പ്രാപിക്കാനും യേശുവിൽ നിന്നൊരു അനുഗ്രഹം ചോദിക്കാം. അതോടൊപ്പം തന്നെ ഈ സമയം യേശുവിൻ്റെ തന്നെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അനേകം രോഗികളുടെ മേൽ കർത്താവിന് ശക്തി വ്യാപരിക്കും. കുടുംബങ്ങളിൽ കർത്താവിൻ്റെ അത്ഭുതമായ ഒരു ചൈതന്യം അങ്ങോട്ട് പകരും. മക്കളിത് വിശ്വസിക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ, 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 യേശുവേ,